കേരളം കണ്ട ഒരുപക്ഷെ ഭരണാധികാരികളിൽ വെച്ച് ഏറ്റവും ഭീരുക്കളിൽ ഭീരുവാണ് പിണറായി വിജയൻ എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാർഡിന് കീഴിലൂടെ അയാൾ നടന്നിട്ടുണ്ടെങ്കിൽ വാർഡിന് കീഴിലൂടെ താൻ നടന്നിട്ടുണ്ടെന്നും താൻ സംഘർഷഭരിതമായ അന്തരീക്ഷങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്നും അയാളല്ല പറയേണ്ടത്. അയാളെക്കുറിച്ച് വേണ്ട പാർട്ടി സെക്രട്ടറിക്ക് പറഞ്ഞു, അല്ലെ വേറെ എന്തെങ്കിലും മന്ത്രിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അയാൾ അതെല്ലാം എടുത്തിങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ഭീരുത്വത്തിന്റെ പ്രതിഫലനമാണ് അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ടത്. ഇവിടുത്തെ DGP പോലും പിണറായി വിജയന്റെ വെറും കയ്യാളായി, കോടാലിക്കൈയായി, വെറും ലാത്തി ആയി അധപ്പതിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ഇവിടെ നടക്കും. പക്ഷെ ഭാഗ്യവശാൽ ഈ അവസാനം കുറെ തല്ലുകൊണ്ട്, കുറെ മൂങ്ങി, കുറെ കരഞ്ഞതിന് ശേഷമാണെങ്കിലും യൂത്ത് കോൺഗ്രസുകാര് അവർ ഉണർന്നെണീറ്റിട്ടുണ്ട് എന്നുള്ളത് വളരെ ആവേശകരമായിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ കണ്ടുപിടിക്കണം. ഇത്രയൊക്കെ കീലേരിയാർ ഷോ കിടന്ന് തുള്ളിയിട്ടും നെഞ്ചു പിരിച്ച് കോഴിക്കോട് മിഠായി തെരുവിലൂടെ അദ്ദേഹം നടന്നത് പിണറായി ഒന്ന് കണ്ടുപഠിക്കണം. DYFI ഗുണ്ടകളെ കൊണ്ട് നടക്കുന്ന പിണറായി വിജയൻ്റെ പുതിയ തള്ളും ഈ കേരളത്തിൻ്റെ ക്രമസമാധാന നില തകർക്കാൻ പിണറായി നടത്തുന്ന ഇത്തരം ദുഷിപ്പുകളും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിണറായിക്ക് അടുത്ത തിരഞ്ഞെടുപ്പിലൂടെ അവർ ഉത്തരം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ സർക്കാരിനെ കേരളത്തിലെ ജനം മടുത്തു കഴിഞ്ഞു. ഒന്നിറങ്ങിപ്പൊക്കൂടെ എന്ന് സഖാക്കൾ വരെ ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു ഇന്നലത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സമരവും യുവമോർച്ചയുടെ സമരവും ഒക്കെയായി ബന്ധപ്പെട്ട കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് പൊതുപ്രവർത്തകനും അഡ്വക്കേറ്റുമായ KM ഷാജഹാൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറെ ഗൗരവമുള്ളതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. തോക്കിനെയും ഗുണ്ടകളെയും നേരിട്ടിട്ടുണ്ട്. പണ്ട് വടിവാളിനിടയിലൂടെ നടന്ന ചരിത്രമുണ്ട് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പുതിയ തള്ളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ അക്രമ സംഭവങ്ങൾക്കൊക്കെ ഉള്ള തുടക്കം മുഖ്യമന്ത്രിയാണ്. കല്യാശ്ശേരിയിൽ അന്ന് രക്ഷാപ്രവർത്തനം, ഇനിയും ഇതുപോലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഉണ്ടാവും, പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇന്നലെ നമ്മൾ കണ്ട സമരമുഖത്ത് കോൺഗ്രസുകാരെ തല്ലി ചതച്ച്, അല്ലെങ്കിൽ അവർ ഇനിയും യുവമോർച്ചയും കോൺഗ്രസും ഒക്കെ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കാണാൻ പോകുന്നത് വലിയ സമരമുറകളായിരിക്കും എന്ന് പറയുന്നത് കേരളത്തെ ഒരു അക്രമത്തിലേക്ക് തള്ളിവിട്ടതിന്റെ ഏറ്റവും പ്രധാന കണ്ണി മുഖ്യമന്ത്രിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു നവകേരള സദസ്സ്, മുഖ്യമന്ത്രിയുടെ തള്ള്, ഇതൊക്കെ ബന്ധപ്പെട്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതായത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയും തന്റെ വീരശൂര പരാക്രമ കഥകൾ വളരെ ബുദ്ധിമുട്ടി പിണറായി വിജയൻ ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അയാളുടെ ഭീരുത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അയാൾ കേരളം കണ്ട ഒരുപക്ഷെ ഭരണാധികാരികളിൽ വെച്ച് ഏറ്റവും ഭീരുക്കളിൽ ഭീരുവാണ് പിണറായി വിജയൻ എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അയാൾ നവംബർ 17 മുതൽ ഈ നവകേരള യാത്ര എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് എത്താൻ പോകുന്നു. ഈ യാത്രയിൽ ഉടനീളം നമ്മൾ കണ്ടതെന്താണ്? ഈ യാത്രയിൽ ഉടനീളം അയാളുടെ ഭീരുത്വത്തിന്റെ ലക്ഷണമാണ് നമ്മൾ കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഈ നവകേരള യാത്ര വരുന്നതിന്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് 3-4 യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകര് കുറച്ച് കറുത്ത തുണിയുമായി അയാളുടെ ബസ് പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഉയർത്തി കാണിക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഉയർത്തി കാണിക്കുന്ന സംഭവങ്ങൾ തടയാനായിട്ട് 2-3 പോലീസുകാർ വന്നിട്ട് അവരെ ഒന്ന് പിടിച്ചങ്ങോട്ട് മാറ്റേണ്ട ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതല്ലാതെ ഇയാൾ പറയുന്നത് പോലെ തന്നെ ആക്രമിക്കാൻ വന്നു, തന്നെ കൊലപ്പെടുത്താൻ വന്നു എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഇയാളുടെ ഭീരുത്വമാണ് ഇതിനകത്തെല്ലാം തെളിയുന്നത്. എന്താണ്? എന്നെ കൊല്ലാൻ വരുന്നു, എന്നെ ആക്രമിക്കാൻ വരുന്നു, ഞാൻ കൊല്ലപ്പെടണം എന്ന് ആളുകൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഭീരുത്വത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായി കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നിഷ്പക്ഷമായിട്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ നവംബർ 17 ഈ ഇത് ആരംഭിച്ചതിന് ശേഷം ഇന്ന് ഈ നിമിഷം വരെ എവിടെയെങ്കിലും
അപകടകരമായി ഇയാൾ പറയുന്നത് പോലെ ഇയാളെ കൊല്ലാൻ ശ്രമിച്ചു, വണ്ടിയുടെ മുമ്പിലേക്ക് ചാടാൻ ശ്രമിച്ചു, കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഇയാൾ പറയുന്നത്. എവിടെയെങ്കിലും ഇയാളുടെ ഈ യാത്രയ്ക്ക് അപകടം വരുന്ന നിലയിലുള്ള ഒരു 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 ആക്രമണമോ അല്ലെങ്കിൽ ഒരു പ്രകടനമോ യൂത്ത് കോൺഗ്രസ് നടത്തി നമുക്ക് എവിടെയെങ്കിലും പറയാൻ കഴിയുമോ? ഒരു സ്ഥലത്തും പറയാൻ കഴിയില്ല. നടന്ന സ്ഥലങ്ങളിലൊക്കെ 2-3 പേര് ചെന്ന് ഒരു കറുത്ത തുണി പൊക്കി കാണിക്കുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഇയാളുടെ ഭീരുത്വത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഇയാളുടെ ഭീരുത്വത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇയാൾ പോകുന്നതിന്റെ കൂടെ മുഴുവൻ ഡിവൈഎഫ്ഐക്കാരെ ബനിയൻ വിട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഇയാളുടെ ഭീരുത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ഇയാൾക്ക് ഭീരുത്വം ഇല്ലെങ്കിൽ എന്തിനാണ് ഇയാൾ ഡിവൈഎഫ്ഐ കൊണ്ടു നടക്കുന്നത്? ഈ പോലീസ് ഇയാൾക്ക് സംരക്ഷണം കൊടുക്കില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഇയാളുടെ ഭീരുത്വമാണ് ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആലപ്പുഴയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും, പഴയങ്ങാടിയിലാണെങ്കിൽ വന്നു അവരെ ഡിവൈഎഫ്ഐക്കാരടിച്ചു. എത്രയോ സ്ഥലങ്ങളിൽ, കോതമംഗലത്ത് ഞാൻ പറഞ്ഞ പോലെ കനാലിനകത്തേക്ക് തള്ളി അടിച്ച് കൊണ്ടത് കിട്ടു. ആലപ്പുഴ വന്നപ്പോഴത്തേക്കും അയാളുടെ ഗൺമാൻ വന്ന് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസുകാരെ അടിച്ചു. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഇയാളുടെ ഭീരുത്വമാണ്. അതായത് തന്നെ ആരോ ആക്രമിക്കാൻ പതിയിരിക്കുന്നു, തന്നെ ആക്രമിക്കാൻ ആരോ വരുന്നു, തന്നെ കൊലപ്പെടുത്താൻ ആരോ വരുന്നു. ഈ നിലയിലുള്ള ഒരു ഭീരുത്വമാണ് ഇയാളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതിനെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണർ കാലിക്കട്ട് സർവകലാശാലയിൽ നിന്ന് വളരെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന്, അതായത് SFIയുടെ ഈ വിവരമില്ലാത്ത പിള്ളേര് അവിടെ ഇയാളെ നടത്തിയ പുലഭ്യം പറച്ചിലും അസഭ്യം പറച്ചിലും പോർവിളിയും വെല്ലുവിളിയും എല്ലാം കഴിഞ്ഞിട്ടാണ് അയാൾ മിഠായി തെരുവിലേക്ക് വന്നത് നേരെ. അപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കര റിസ്ക് അല്ലേ അത്? ഒരു സുരക്ഷ പോലും വേണ്ടെന്ന് പറഞ്ഞാണ് അയാൾ വന്നത്. അപ്പം ഇത്ര സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു സുരക്ഷയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇടപെടുന്ന മിഠായി തെരുവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരികയും അവിടെ നൂറുകണക്കിന് ആളുകളുടെ സ്നേഹ ബഹുമാനങ്ങൾ ഏറ്റുവാങ്ങി ആരിഫ് മുഹമ്മദ് ഖാൻ 1 മണിക്കൂർ അവിടെ ചെലവഴിക്കുകയും ചെയ്തു. അതാണ് ശരിക്കും ധൈര്യം എന്ന് പറയുന്നത്. ധൈര്യം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ധൈര്യം, അതാണ് ആർജവം. ആ ആർജവം കാണിക്കാനുള്ള നട്ടല് ഈ കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള ഇയാൾക്കില്ല. നമ്മളിപ്പോ ആരിഫ് മുഹമ്മദ് ഖാൻ ഇയാളെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇയാൾക്ക് എന്താണ് ഇല്ലാത്തത്? ഇയാൾക്ക് പാർട്ടിയുണ്ട്, ഇയാൾക്ക് ഗവൺമെന്റ് ഉണ്ട്, ഇയാൾക്ക് പോലീസുണ്ട്, ഇയാൾക്ക് കൊലയാളി സംഘമുണ്ട്, ഇയാൾക്ക് ഡിവൈഎഫ്ഐക്കാരടിക്കാറുണ്ട്, SFIക്കാരടിക്കാറുണ്ട്, പാർട്ടിക്കാരടിക്കാറുണ്ട്. ഇത്രയൊക്കെ ഉള്ള ഇയാൾക്ക് ഇതുപോലെ മിഠായി തെരുവിൽ വന്നിട്ട് ഇതുപോലെ ഇത്ര ആളുകളുടെ തിറക്കാനുള്ള തന്റെ നട്ടല്ലോ ആർജോ ഇച്ഛാശക്തി എന്തെങ്കിലും ഇയാൾക്കുണ്ടോ? ഒന്നുമില്ല. അപ്പൊ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര ഭയമാണ്. ഒരു ഫിയർ സൈക്കോസിസ് അയാളെ ബാധിച്ചിരിക്കുകയാണ്. ആ ഫിയർ സൈക്കോസിസ് അയാളെ ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അയാളെ ആരോ കൊല്ലാൻ വരുന്നു, അയാളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയുധവും ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐക്കാരെ അയാൾ കൂടെ കൊണ്ടു നടക്കുകയാണ്. അതിന്റെ ആ ഭീരുത്വമാണ് ഇയാളുടെ ഇതുപോലെയുള്ള ഈ വാഗ്വാദത്തിൽ താൻ അങ്ങനെ നടന്നിട്ടുണ്ട്, താൻ ഇങ്ങനെ നടന്നിട്ടുണ്ട്. ഇപ്പം വാടക കീഴിലൂടെ അയാൾ നടന്നിട്ടുണ്ടെങ്കിൽ വാടക കീഴിലൂടെ താൻ നടന്നിട്ടുണ്ടെന്നും താൻ സംഘർഷഭരിതമായ അന്തരീക്ഷങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്നും അയാളല്ല പറയേണ്ടത്. അയാളെക്കുറിച്ച് വേണ്ട പാർട്ടി സെക്രട്ടറിക്ക് പറഞ്ഞു, അല്ലെ വേറെ എന്തെങ്കിലും മന്ത്രിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അയാൾ അതെല്ലാം എടുത്തിങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ഭീരുത്വത്തിന്റെ പ്രതിഫലനമാണ് അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്നലെ എന്താ കണ്ടത്? നമ്മളിന്നലെ കണ്ടത് അതിക്രൂരമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ മർദ്ദിക്കുന്ന പോലീസ്. ആ പോലീസ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതായത് മാർച്ച് മുതൽ ജാമ്യം റദ്ദാക്കി നിൽക്കുന്ന ഒരാളാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷൽ. അതായത് ഈ കഴിഞ്ഞ മാർച്ചിൽ, അതായത് ഈ 2023 3-ാം മാസം ജാമ്യം റദ്ദാക്കിയതാണ് അയാളുടെ കേരള ഹൈക്കോടതി. എന്തുകൊണ്ടാണ്? അയാള് ഒരു വധശ്രമ കേസിൽ പ്രതിയാണ്. ആ വധശ്രമ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതി അയാളുടെ ജാമ്യം റദ്ദാക്കിയതാണ് മാർച്ചിൽ. ആ ജാമ്യം റദ്ദാക്കിയ പ്രതിയാണ് ഗവർണറെ തെറി വിളിക്കുന്നു, ഗവർണറെ തെമ്മാടിന്ന് വിളിക്കുന്നു, പോലീസിനെ പന്നിന്ന് വിളിക്കുന്നു. അവിടെ കോഴിക്കോട് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, തിരുവനന്തപുരത്ത് 2 പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെയുള്ള ആ ജാമ്യം റദ്ദാക്കിയ പ്രതി ഇവിടെ ഈ പറഞ്ഞതുപോലെ വധഭീഷണി മുഴക്കി നടക്കുന്നു, പത്രസമ്മേളനം നടക്കുന്നു, ജഡ്ജിമാരെ ഗവർണറെ തെറി വിളിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ടും ഇവിടുത്തെ ഈ നാണം കെട്ട പോലീസ്, ഞാൻ പറയുന്നത് ഇവിടുത്തെ DGP എന്ന് പറഞ്ഞിരിക്കുന്നവന് 1 മിനിറ്റ് അവിടെ ഇരിക്കാനുള്ള യോഗ്യതയുണ്ട്. ഈ ദർവേഷ് സാഹിബ് എന്ന് കണ്ട് പറഞ്ഞിടത്താണ് DGP ആയിട്ടിരിക്കുന്നത്. അയാള് ഈ പിണറായി വിജയന്റെ സ്തൂപ്പുകാരനാണോ, അതോ അയാൾ പിണറായി വിജയന്റെ വീട്ടുവേലക്കാരനാണോ? അതാണോ അയാളുടെ ജോലി? DGPയുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതാണോ? മുഖ്യമന്ത്രി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കാൻ പറഞ്ഞാൽ ഇഴയലുമാണോ ദർവേഷ സാഹിബ് എന്ന് പറഞ്ഞവന്റെ അവന്റെ ജോലി?
അയാൾ കണ്ടിട്ടില്ലേ ഈ PM മാർക്സ് എന്ന് പറഞ്ഞവന് ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുകയാണെന്നുള്ളത് അയാൾ കണ്ടിട്ടില്ലേ? അതിനെതിരെ അപ്പീൽ പോകാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ DGPക്കല്ലേ ഉള്ളത്? അപ്പൊ പിണറായി വിജയന്റെ കീഴിൽ ഇവിടുത്തെ DGP പോലും പിണറായി വിജയന്റെ വെറും കയ്യാളായി, കോടാലിക്കൈയായി, വെറും ലാത്തി ആയി അധപ്പതിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ഇവിടെ നടക്കും. പക്ഷെ ഭാഗ്യവശാൽ ഈ അവസാനം കുറെ തല്ലുകൊണ്ട്, കുറെ മൂങ്ങി, കുറെ കരഞ്ഞതിന് ശേഷമാണെങ്കിലും യൂത്ത് കോൺഗ്രസുകാര് അവർ ഉണർന്നെണീറ്റിട്ടുണ്ട് എന്നുള്ളത് വളരെ ആവേശകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസുകാർ മാത്രമല്ല, സതീശനൊക്കെ ഇന്നലെ വന്ന് നിൽക്കുന്നുണ്ട്. സതീശനൊക്കെ ഇന്നലെയാണോ വന്ന് നിൽക്കേണ്ടത്? സതീശൻ ഇതിനു മുമ്പ് എത്രയും സതീശൻ ഇറങ്ങാൻ താമസിച്ചുകൊണ്ട് എന്താ സംഭവിച്ചു? എത്ര യൂത്ത് കോൺഗ്രസുകാരുടെ നിലകൂട്ടി. അതെന്താണ് സതീശൻ കാണാത്തത്? അതുകൊണ്ട് സതീശൻ മാത്രമല്ല ഞാൻ പറഞ്ഞു സതീശൻ മാത്രമല്ല, രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരെല്ലാവരും റോഡിലിറങ്ങി ഇയാളുടെ ഈ അഹന്തയും ഈ അഹങ്കാരത്തെയും ഈ താൻ പ്രമാണിത്വത്തെയും പ്രതിരോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് ഇനിയെങ്കിലും നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരൊക്കെ. അതാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്.